BCAക്കാരുടെ എക്സാംസൊക്കെ അടുത്ത് വരികയാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ഷുവറായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ടോപ്പോളജി, ലാൻ മാൻ വാൻ, OSI മോഡൽ, TCP IP മോഡൽ, ഈ ടോപ്പിക്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിലും റിപ്പീറ്റഡായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മനസ്സിലാക്കാം. ഇത് പഠിച്ചാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. BCA BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആണ് കേട്ടോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളുടെ ഒക്കെ ഒരു കണക്ഷനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോഡ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സ്, അതിൻ്റെ സെർവേഴ്സ്, റൂട്ടേഴ്സ്, സ്വിച്ചസ്, പ്രിൻറ്റേഴ്സ്, മൊബൈൽ ഡിവൈസസ് എന്നിവയൊക്കെയാണ്. ഇനി ട്രാൻസ്മിഷൻ മീഡിയ വഴിയാണ് ഇവർ ഡാറ്റാസ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടി പ്രോട്ടോകോൾസ് നമ്മൾ യൂസ് ചെയ്യും. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ റൂളിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുക. നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ റിസോഴ്സ് ഷെയർ നടക്കില്ല. അപ്പോൾ സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ഉണ്ടാവില്ല, അവിടെ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആവില്ല. അപ്പോൾ അതിനൊക്കെയാണ് നമുക്ക് നെറ്റ്വർക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി കമ്പ്യൂട്ടറിൻ്റെ നീഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നെറ്റ്വർക്ക് വേണ്ടത്? ഇപ്പോൾ ഒരു റിസോഴ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തണം ഇമെയിൽ വഴിയോ വീഡിയോ കോൾ വഴിയോ. അതുപോലെ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഡാറ്റയുടെ ബാക്കപ്പ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. സ്കാലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാം. കോസ്റ്റ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് കൺട്രോൾ കൊണ്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. അപ്പോൾ നമ്മുടെ എക്സാമിൽ നീഡ് ഫോർ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. കോമ്പണൻസ് ഓഫ് നെറ്റ്വർക്ക്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 കോമ്പണൻസ് ആണ് ബേസിക് ആയിട്ട് ഉള്ളത്. അതിലൊന്നാണ് സെൻഡർ. മെസ്സേജ് അയക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ സെൻഡർ എന്ന് പറയുക. റിസീവർ, മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെ നമ്മൾ റിസീവർ എന്ന് പറയും. ട്രാൻസ്മിഷൻ മീഡിയം, കേബിൾ അല്ലെങ്കിൽ വയർലെസ് ആയിട്ട് ഉണ്ടാവാം ട്രാൻസ്മിഷൻ മീഡിയം. മെസ്സേജ് എന്താണോ ആക്ച്വൽ ഡാറ്റ അല്ലെങ്കിൽ ആ ഇൻഫോർമേഷനെ നമ്മൾ മെസ്സേജ് എന്ന് പറയും. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് റൂളുകളുണ്ട്, അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്തില്ല, കംപ്ലീറ്റ് ആവില്ല. അടുത്തതാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഡിവൈസസ് ഫിസിക്കലായി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. എക്സാമിൽ ഈ ഡയഗ്രാം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി എത്ര തരം ടോപ്പോളജീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയിൽ എല്ലാ ഡിവൈസിനും ഒരു സിംഗിൾ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു കേബിളിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതിന് ലോ കോസ്റ്റാണ്, ഇൻസ്റ്റലേഷനൊക്കെ വളരെ ഈസിയാണ്. ബട്ട് മെയിൻ കേബിൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ എൻ്റർ നെറ്റ്വർക്കും സ്റ്റോപ്പ് ആവും. കാരണം എന്താ, ഒരു സിംഗിൾ ഡിവൈസിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു മെയിൻ കേബിളിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ എൻ്റർ നെറ്റ്വർക്ക് സ്റ്റോപ്പ് ആവും. അതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. പെർഫോമൻസ് ലോഡ് കൂടുമ്പോൾ കുറയും. നമ്മൾ കൂടുതൽ ലോഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കുറയും. അടുത്തതാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയിൽ എല്ലാ നോഡ്സും ഒരു സെൻട്രൽ ഹബ്ബ് അല്ലെങ്കിൽ ഒരു സ്വിച്ചിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു നോഡ് ഇതിൽ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളതിനെ ഇത് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ആ സെൻട്രൽ ഹബ്ബ് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ എൻ്റർ നെറ്റ്വർക്ക് ഡൗൺ ആവും കേട്ടോ. ഇനി അടുത്തതാണ് റിംഗ് ടോപ്പോളജി. അപ്പോൾ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് ഒരു സർക്കുലർ സ്ട്രക്ചറാണ്, ഒരു റൗണ്ട് സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് നമ്മളതിന് റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡയറക്ഷനിലായിരിക്കും ഇതിലെ ഡാറ്റ ട്രാവൽ ചെയ്യുക. അപ്പോൾ കൊളീഷൻ ഇല്ല, ഇന്നില്ല, കൂട്ടിമുട്ടില്ല. ബൈ ഡയറക്ഷനിലാവുമ്പോൾ ഡാറ്റാസ് കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു റൗണ്ട് സ്ട്രക്ചറിൽ വരുന്നത് കാരണം എന്തില്ല, കൊളീഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ഒരു നോഡ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, മൊത്തം നെറ്റ്വർക്കും ഡിസ്റ്റർബ് ആവും. ഇനി അടുത്തതാണ് നമ്മുടെ മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജിയിൽ എല്ലാ നോഡ്സും എല്ലാവരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നല്ല റിലയബിലിറ്റി ഉണ്ട്, ഫാൾട്ട് ടോളറൻസ് ഉണ്ട്. അതുപോലെ കോസ്റ്റ് വളരെ കൂടുതലാണ്, കാരണം അതിൻ്റെ വയറിംഗ് ഒക്കെ വളരെ കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ ഒരു മെയിൻ കാര്യം മെഷ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ നോഡും മറ്റുള്ള നോഡിനായിട്ട് കണക്റ്റ് ആയിട്ട് ഇരിക്കുകയെന്ന് മനസ്സിൽ ഓർത്താൽ മതി കേട്ടോ. ഇനി ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ. നമ്മളിപ്പോൾ മേലെ കണ്ട എല്ലാ നെറ്റ്വർക്ക്സിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുക. ഒരുപാട് വലിയ ഓർഗനൈസേഷനിലൊക്കെയാണ് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക, അല്ലാത്തതിൽ ഇത് ആവശ്യമില്ല. ഈ മെഷിൻ്റെയും സ്റ്റാറിൻ്റെയും റിങ്ങിൻ്റെയും ബസ്സിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്.
ഇനി നെറ്റ്വർക്ക്സിൻ്റെ കാറ്റഗറീസ് നോക്കാം. നമ്മളുടെ ജോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്തിട്ട് നമ്മൾ നെറ്റ്വർക്ക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ലാൻഡ്, മാൻ, വൻ അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ഏരിയ ആണ് കവർ ചെയ്യുന്നത്. നമ്മുടെ ഓഫീസ് ആവാം, ലാബ് ആവാം, നമ്മളെ ക്യാമ്പസ് ആവാം. ഇതിന് നല്ല സ്പീഡുണ്ട്. പ്രൈവറ്റ് ഓണർഷിപ്പാണിത്. നമ്മളെ കോളേജിലെ കമ്പ്യൂട്ടർ ലാബും നെറ്റ്വർക്ക് ലാബൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരിക. ഒന്ന് മനസ്സിലാക്കുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ലാൻഡ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ഏരിയ ആണ് ഇത് കവർ ചെയ്യുന്നുള്ളൂ. ഒരുപാട് ഡാറ്റ, ഹൈ സ്പീഡുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. മാൻ, അടുത്തതാണ് മാൻ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് ഇതിനെ പറയുക. ഇതൊരു വൈഡ് സിറ്റി ലെവലൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. മൾട്ടിപ്പിൾ ലാനിനെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞില്ലേ, ലാൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ഏരിയ നെറ്റ്വർക്കാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ലാൻഡ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? മാൻ കൊണ്ട്. കേബിൾ ടി വി ഒക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മാർക്ക് അനുസരിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി വാൻ. വാൻ എന്ന് വെച്ചാൽ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഒരുപാട് ലാർജ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയനെ കവർ ചെയ്യാൻ പറ്റും. കൺട്രി അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഒക്കെയാണ്. പബ്ലിക് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്പീഡ് ലാനിനേക്കാൾ കുറവായിരിക്കും. ലാൻ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഹൈ സ്പീഡാണ്. വാൻ എന്ന് പറയുന്നത് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്ലോബലി അവൈലബിൾ ആണല്ലോ. അതാണ് നമ്മുടെ വാനിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി എന്താണ് ഇൻ്റർ നെറ്റ്വർക്ക്? അപ്പോൾ ഇൻ്റർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ അതിലധികം നെറ്റ്വർക്ക്സിനെ റൂട്ടേഴ്സ് വഴി കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂട്ടറാണ് പാക്കറ്റ് ഫോർവേഡ് ചെയ്യുന്നത്. അതുപോലെ റൂട്ടറാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ ഇൻ്റർ നെറ്റ്വർക്ക് തന്നെ എന്താണ്? ഇൻ്റർനെറ്റാണ്. ഇനി എന്താണ് ഇൻ്റർനെറ്റ് എന്ന് നോക്കാം. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് സിസ്റ്റമാണ്. ഇവിടെ TCP/IP പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് TCP/IP എന്ന് പറയുന്നത് വരും സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പബ്ലിക്കാണ്, ഡീസെൻട്രലൈസ് സിസ്റ്റമാണ്, പാക്കറ്റ് സ്വിച്ചിങ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതിന്. ഇതിൻ്റെ ഒരു സർവീസസ് ആണ് www.email, FTP, ക്ലൗഡ് സർവീസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സർവീസ്. ഇൻ്റർനെറ്റിൻ്റെ സർവീസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ 4 എണ്ണം എഴുതണം. വേൾഡ് വൈഡ് വെബ്, ഇമെയിൽ, FTP, ക്ലൗഡ് സർവീസ്. ഇനി എന്താണ് നെറ്റ്വർക്ക് മോഡൽ? നെറ്റ്വർക്ക് മോഡൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ 2 മെയിൻ മോഡൽസാണ് ഇതിലുള്ളത്. OSI മോഡലും അതുപോലെ തന്നെ TCP/IP മോഡൽ. ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് സ്റ്റാൻഡർഡൈസേഷൻ, ഇൻ്റർഓപ്പറബിലിറ്റി, സിംപ്ലിഫൈഡ് ഡിസൈൻ. ഇതിൻ്റെ 2 മേജർ ആയിട്ടുള്ള മോഡൽസ് ചോദിച്ചു കഴിഞ്ഞാൽ OSI മോഡൽ, TCP/IP മോഡൽ. ചിലപ്പോൾ OSI മോഡൽ എന്ന് മാത്രം ഒരു ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ TCP/IP മോഡൽ എന്ന് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ വരാം. ഒരു 10 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ നെറ്റ്വർക്ക് മോഡൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ നിങ്ങളൊരു ചെറിയ ഡെഫിനേഷൻ കൊടുക്കുക, നെറ്റ്വർക്ക് മോഡൽ എന്താണെന്നുള്ളത്. അതിനുശേഷം അതിൻ്റെ പേർപ്പസ് കൊടുക്കാം. അതിൻ്റെ 2 മോഡലുകൾ ഉണ്ടെന്ന് പറയാം. OSI മോഡൽ എന്ന് പറഞ്ഞിട്ട് OSI മോഡലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. TCP/IP മോഡൽ എന്ന് പറയുന്നത് അതും എക്സ്പ്ലെയിൻ ചെയ്യുക. ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് 10 മാർക്ക് കിട്ടും. നിങ്ങൾ കുറഞ്ഞ് എഴുതുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്ക് കുറയും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ നോക്കുക. എന്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിൻ്റെ ഒരു ഹെഡിങ് കൊടുക്കുക. ആദ്യം ഒരു നെറ്റ്വർക്ക് മോഡൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് OSI മോഡൽ, TCP മോഡൽ എന്ന് എഴുതാതെ നെറ്റ്വർക്ക് മോഡൽ എന്താണെന്നുള്ളത് ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ ആദ്യം കൊടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ. അങ്ങനെയാണ് നമുക്ക് 10 മാർക്സ് സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്താണ് ലെയേർഡ് മോഡൽ കോൺസെപ്റ്റ് എന്ന് നോക്കാം. ലെയേർഡ് മോഡൽസിൽ കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് ലെയറിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലെയർ മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഒരുപാട് ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഓരോ ലെയേഴ്സിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ലോവർ ലെയർ തൊട്ട് അപ്പർ ലെയർ വരെയാണ് ഇതിൻ്റെ സർവീസ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മോഡിഫൈ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാം, സ്റ്റാൻഡർഡൈസേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി ലെയേഴ്സ് മോഡലിലെ OSI മോഡൽ ബോട്ടം ടു ടോപ്പ് എന്നാണ് പറയുക, താഴത്തുനിന്ന് മേലോട്ടാണ് അത് പോകുന്നത്. അപ്പോൾ OSI മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഇതിൽ 7 ലെയേഴ്സാണുള്ളത്. ഒന്നാമത്തെ ലെയറാണ് ഫിസിക്കൽ ലെയർ, രണ്ടാമത്തെ ഡാറ്റ ലിങ്ക് ലെയർ. അപ്പോൾ നമുക്ക് ആദ്യം ഫിസിക്കൽ ലെയർ എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ ലെയർ ട്രാൻസ്മിഷനെ ഹാൻഡിൽ ചെയ്യാണ്. റോ ബൈറ്റ്സിലുള്ള ട്രാൻസ്മിഷനെ ഹാൻഡിൽ ചെയ്യാണ്. ഇതിൽ കേബിൾ ടൈപ്പ് ആയിരിക്കും, വോൾട്ടേജ് ലെവലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഡാറ്റ ലിങ്ക് ലെയർ എന്ന് നോക്കാം. ഇത് എററിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ലെയറാണ്. ഫ്രെയിമിങ്, അതുപോലെ MAC അഡ്രസ്സിങ്, ഇതൊക്കെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്.
അടുത്ത ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. അപ്പോൾ ലോജിക്കൽ അഡ്രസ്സിങ്ങിനും റൂട്ടിങ്ങും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ലെയറാണ്. IP പ്രോട്ടോക്കോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ട്രാൻസ്പോർട്ട് ലെയർ. അപ്പം എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു എററൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീകവറി, ഫ്ലോ കൺട്രോൾ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എവിടെയാണ്. TCP ആൻഡ് UDP ആണ് ഇതിൽ വരുന്ന ഒരു സെറ്റ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നിങ്ങൾ TCP UDP എന്ന് കൊടുക്കാം ട്രാൻസ്പോർട്ട് ലെയറിൽ. ഇനി സെഷൻ ലെയർ. സെഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ സിങ്ക്രണൈസേഷൻ ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇനി എന്താണ് പ്രസൻറ്റേഷൻ ലെയർ എന്ന് നോക്കാം. പ്രസൻറ്റേഷൻ ലെയറിൽ ഡാറ്റയുടെ എൻക്രിപ്ഷൻ, അതുപോലെ കംപ്രഷൻ, ഡാറ്റ കംപ്രസ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ, അതുപോലെ ഫോമാറ്റ്, അതിൻ്റെ ഫോമാറ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പ്രസൻറ്റേഷൻ ലെയറാണ്. പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് ഒരു ഡാറ്റനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡാറ്റയുടെ എൻക്രിപ്ഷൻ, കംപ്രഷൻ, ഫോമാറ്റ്, ട്രാൻസ്ലേഷൻ ഇതൊക്കെയാണ് പ്രസൻറ്റേഷൻ ലെയറിൽ നടക്കുന്നത്. അടുത്ത ഫൈനൽ ലെയറാണ് അപ്ലിക്കേഷൻ ലെയർ. അപ്ലിക്കേഷൻ ലെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഉള്ള ആ ഒരു അപ്ലിക്കേഷൻ, അറ്റ് ലാസ്റ്റ് ഒരു അപ്ലിക്കേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, യൂസറിനെ ആയിട്ടുള്ള ആ ഒരു ഇൻ്റർഫേസാണ്, യൂസർ ഇൻ്റർഫേസാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HTTP, FTP, SMTP അതൊക്കെ ഇതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് HTTP, FTP, SMTP. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലാണ് TCP/IP മോഡൽ. നേരത്തെ നമ്മൾ നോക്കിയ OSI ലെയർ മോഡലിൽ 7 ലെയേഴ്സാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ TCP/IP മോഡലിൽ ആകെ 4 ലെയേഴ്സേ ഉള്ളൂ. നെറ്റ്വർക്ക് ലെയർ, ഇൻ്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, അപ്ലിക്കേഷൻ ലെയർ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നെറ്റ്വർക്ക് ലെയറാണ് പിന്നെ വരുന്നത്. അതിൽ ഫിസിക്കൽ ട്രാൻസ്മിഷനും ഫ്രെയിമിങ്ങും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ഒരു നെറ്റ്വർക്ക് ലെയർ. ഇൻ്റർനെറ്റ് ലെയർ ഉണ്ട്. ഇൻ്റർനെറ്റ് ലെയർ എന്ന് പറയുന്നത് ലോജിക്കൽ അഡ്രസ്സിങ്ങും റൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. പ്രോട്ടോക്കോൾ IP ഇവിടെയാണ് നടപ്പിലാവുന്നത്. സെയിം എക്സാമ്പിളാണ് നമ്മൾ ഈ OSIയിൽ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെയാണ് TCP/IPയിലും വരുന്നുള്ളൂ. പക്ഷെ 4 ലെയറാണ് ഇതിലുള്ളൂ. നമ്മൾ പറ്റുകയാണെങ്കിൽ ഒരു ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഡയഗ്രാം എന്ന് പറയുമ്പോൾ വളരെ മിനിമലായിട്ടുള്ള ഒരു ഡയഗ്രാം, ജസ്റ്റ് ബോക്സസ് പോലെ ഇങ്ങനെ വരയ്ക്കുകയാണ് വേണ്ടു. ഇനി എന്താണ് ട്രാൻസ്പോർട്ട് ലെയർ? ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. TCP, UDP ഒക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്തതാണ് അപ്ലിക്കേഷൻ ലെയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് HTTP, FTP, SMT. പ്രോട്ടോകോൾസ് എന്താണ്? റൂൾസ് ആണ്. കമ്മ്യൂണിക്കേഷൻ്റെ റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഇനി യൂണിവേഴ്സിറ്റി എക്സാമിന് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നെറ്റ്വർക്ക് ടോപ്പോളജീസും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടി എഴുതാൻ. അതൊരു 10 മാർക്സിൻ്റെയോ അല്ലെങ്കിൽ 6 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇതാണ് LAN, MAN, WAN ഇതിൻ്റെ എക്സാമ്പിൾസ്. അടുത്തത് OSI മോഡൽ വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും. പിന്നെ OSI മോഡലും TCP/IP മോഡലും കമ്പയർ ചെയ്യാൻ വരും. എന്താണ് ലെയേർഡ് ആർക്കിടെക്ചർ, അങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. ഇൻ്റർനെറ്റ്വർക്കും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഡിഫറൻസും അല്ലെങ്കിൽ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനും വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്സ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ നിന്ന് വരുന്ന 15 to 20 മാർക്സ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി OSI മോഡലൊക്കെ ഡയഗ്രാം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത ഒരു ടോപ്പിക്കിൽ നമുക്ക് ടോപ്പോളജി, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.